പ്രേമത്തിൻ്റെ പേരിൽ സ്വന്തം കാമുകനും കാമുകൻ്റെ 2 കൂട്ടുകാരും ചേർന്ന് ബലാത്സംഗത്തിന് ഇരയായി ആ പെൺകുട്ടി അതേ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു. ഈ ഞെട്ടിപ്പിക്കുന്ന സംഭവത്തിന് ശേഷം ഈ പെൺകുട്ടിയുടെ പ്രേതം ഈ കെട്ടിടത്തിൽ അലഞ്ഞു നടക്കുന്നതായിട്ട് അവിടെയുള്ള നാട്ടുകാർ വളരെ ഭീതിയോടെയാണ് ഈ കാര്യം പറഞ്ഞത്. ഈ കെട്ടിടത്തിൽ അർദ്ധരാത്രി ഞാൻ പോയപ്പോൾ അവിടെ ഒരു പെൺകുട്ടിയുടെ കരയുന്ന ശബ്ദവും അവിടെ ഞാൻ കണ്ട പേടിപ്പെടുത്തുന്ന രൂപങ്ങളും അവിടെ വെച്ച് എനിക്ക് സംഭവിച്ച കാര്യങ്ങളുമാണ് ഈ വീഡിയോയിലുള്ളത്. ജെനി ക്ലിയർ ആയിട്ട് കരയുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. അമ്മ എന്ന് പറഞ്ഞിട്ടാണ് കരയുന്നത്. ക്ലിയർ അമ്മ സംഭവങ്ങളൊക്കെ കണ്ടു കാണും. ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ വന്നിട്ട് ഇതൊരു അബാൻഡൻ ബിൽഡിംഗ് ആണ്. ഓക്കെ, ഇതൊരു ഹൈവേയുടെ സൈഡിലുള്ള ഒരു അബാൻഡൻ ബിൽഡിംഗ് ആണ്. ഈ ഒരു ബിൽഡിങ്ങിൽ വന്നിട്ട് ഒരു നായിൻ്റെ മോൻ വന്നിട്ട് ഒരു പെണ്ണിനെ അവൻ പ്രേമിക്കുന്ന പെണ്ണാണ്. ആ പെണ്ണിനെ ഈ സ്ഥലത്തോട്ട് വരുത്തിച്ചിട്ട് വേറെ അവരൊന്നും ഇഷ്ടത്തിലായിരുന്നു. ജെനി അമ്മ കരയുന്നു. ഓ മൈ ഗോഡ് കരയില്ല പ്ലീസ്. ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾക്കും നടക്കുന്ന കാര്യങ്ങൾക്കും എനിക്കറിയാം. ഇതാണ് ആ ബിൽഡിങ്. സോ ഞാനിപ്പോൾ അകത്തോട്ട് പോകാൻ പോവാണ്. ഓ മൈ ഗാഡ്. സോ ഇവിടുത്തെ സ്റ്റോറി കേട്ടിട്ട് എനിക്ക് തന്നെ ഒരുമാതിരി നന്നായിട്ട് എനിക്ക് എൻ്റെ ദൈവമേ പുറത്ത് നിൽക്കുമ്പോൾ എനിക്ക് ഇത്രയും ഇത് തോന്നിയിട്ടില്ല. പക്ഷെ അകത്തോട്ട് വന്നപ്പോൾ തൊട്ട് ഒരുമാതിരി വല്ലാത്തൊരു ഫീല്. ആരത്? ഹലോ, ഗൈസ്, ഈ ഒരു ലൊക്കേഷൻ വന്നിട്ട് റോഡിൻ്റെ അടുത്ത് തന്നെയാണ്. പക്ഷെ റോഡിൻ്റെ അടുത്താണെന്ന് വെച്ച് കഴിഞ്ഞാലും ഇവിടുത്തെ സംഭവങ്ങൾ അതുകൂട്ടത്തെ നമ്മളെ ഇതാക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരൊക്കെ അറിയുന്നേ? Oh my God. Oh my God. ആരാത്? ഹലോ, ഇപ്പോൾ ഒരു ഹമ്മിങ് സൗണ്ട് കേട്ടില്ലായിരുന്നു. ഇപ്പോൾ എവിടുന്ന് കേൾക്കുന്നേ? ഇവിടെ മരിച്ചുപോയ ആ പെൺകുട്ടിയാണോ ഈ കരയുന്നേ? ഹലോ, ഓ മൈ ഗാഡ്, ഓ മൈ ഗാഡ്, ഓ മൈ ഗാഡ്.
ആരാ അത്? ഓ, ആരാ ഓടുന്ന? ഹലോ, ആ റൂമിൽ സൗണ്ട് കേൾക്കുന്നേ. ആരോടത്? ശരിക്കും ആ പെണ്ണിൻ്റെ സൗണ്ടാ കേട്ടപ്പം. എന്ത് നിനക്ക് അറിയുന്നേ? ഗൈസ് കരയുന്നുണ്ട്. എന്തിനാ നിനക്ക് അറിയുന്നേ? ഓ മൈ ഗോഡ്. ഗൈസ് കരയുന്നുണ്ട്. എന്തിനാ നിങ്ങളെ കരയുന്നേ? എന്തിനാ കരയുന്നേ? അമ്മാന്നോ? ഓ മൈ ഗോഡ്, അമ്മാന്നല്ലേ വിളിച്ചേ? അമ്മാന്നല്ലേ കേട്ടെ? ഓ മൈ ഗോഡ്, അമ്മാന്നാ കേട്ടെ, അമ്മാന്നു. ഗൈസ് ഇത് കരയുന്ന സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്, കരയുന്ന ശബ്ദം. അത് അമ്മ അമ്മ എന്ന് വിളിച്ചിട്ടാ കരയുന്നേ. പൈസ നീ ബാഗ് ഒന്ന് വെച്ചോട്ടെ. ക്ലിയർ ആയിട്ട് കരയുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. അമ്മ അമ്മ എന്ന് പറഞ്ഞിട്ടാണ് കരയുന്നത്. ക്ലിയർ. അമ്മ 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 എന്ന് കരയുന്നേ. എന്തിനാ ഇങ്ങനെ കരയുന്നേ? ഇങ്ങനെ കരയരുത്. ശരിക്കും സത്യം പറയാൻ ശരിക്കും ഫീൽ ആവുന്നുണ്ട് എനിക്ക്. അത് അമ്മ അമ്മ എന്നാ കരയുന്നേ. ഓ മൈ ഗോഡ്, ആ മരിച്ചുപോയി. ജെനി, ജെനി നീയാണോ നിൽക്കുന്നേ? അയ്യോ മുടിയല്ലത്, മുടിയല്ലത്. ജെനി, അമ്മ അമ്മ എന്നാ കരയുന്നേ.
അമ്മ അമ്മ എന്നാ കരയുന്നേ. ഓ ജെനി, നീയാണത്? ജെനി, നീയാണേ കരയുന്നേ? ആ മുടി നിന്റെയാണോ? ഓ മൈ ഗാഡ്, എൻ്റെ പടച്ചോനെ, എന്തോ ഇത് കാണുന്നു. ഓ ഷിറ്റ്, പപാലൊക്കെ പറക്കുന്നു. ഏ ജെനി, നീയാണ് ഇതൊക്കെ ചെയ്യുന്നേ? നിന്റെ മരണത്തിൽ എനിക്ക് ശരിക്കും എനിക്ക് വിഷമമുണ്ട്. നിനക്ക് നടന്ന കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് വിഷമമുണ്ട്. അങ്ങനെ ആർക്കും സംഭവിക്കാൻ പാടില്ലായിരുന്നു. കരയരുത് പ്ലീസ്. പല്ല് ചലിക്കുന്നു. നീ കരയണ്ട. നീ ഈ സ്ഥലം വിട്ട് പോകുന്ന എനിക്ക് നല്ലത്. നിനക്ക് നടന്ന സംഭവങ്ങളൊക്കെ അന്യായ ക്രൂരതയാണ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ സ്ഥലം നിനക്ക് വേണ്ട. ഗൈസ് വന്നിട്ട് പുറത്ത് നൈറ്റ് ഷവർ വെച്ചിട്ടുണ്ട്. ഈ ബിൽഡിംഗ് ഫുള്ള് കവറാകുന്ന രീതിയിൽ. ഓ മൈ ഗോഡ്. ജെനി, അമ്മ അമ്മ എന്ന് വിളിച്ച കരയുന്നേ. ആരും പറ്റി നോക്കിയേ. Oh my God. ആ മരിച്ചുപോയി. ജെനി, ജെനി, നീയാണോ നിൽക്കുന്നേ? മുടിയല്ലത്, മുടിയല്ലത്. ഓ ജെനി, നീയാണത്? ജെനി, നീയാണ് കരയുന്നേ? ആ മുടി നിന്റെയാണോ? ഓ എന്റെ ദൈവമേ, എന്റെ തോണ്ട് വീണ്ടും. ജെനി, ഓ മൈ ഗോഡ്, ഇങ്ങനെ കരയരുത് പ്ലീസ്. നിനക്ക് നടന്ന സംഭവങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. നിനക്ക് നടന്നത് ഭയങ്കര ക്രൂരതയാണ് നടന്ന സംഭവം. ഗൈസ്, ഞാൻ ഒരു കാര്യം മാത്രം ഈ സ്പോട്ടിൽ നിന്ന് പറയാം. വേറൊന്നുമല്ല, ഈ ലോകത്ത് വന്നിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ഗേൾസ്, പെണ്ണുങ്ങളോടാണ് എനിക്ക് കാര്യം പറയാനുള്ളത്. നിങ്ങൾ ഈ ലോകത്ത് വന്നിട്ട് ഒരാളെയും വിശ്വസിക്കരുത്. സ്വന്തം അമ്മയല്ലാതെ വേറെ ഒരാളെയും നിങ്ങൾ വിശ്വസിക്കരുത്. ഈ കരയുന്ന ശബ്ദം നിങ്ങൾ കേട്ടോ? ഇതായിരിക്കും. ഒരാളെയും നിങ്ങൾ ഈ ലോകത്ത് വിശ്വസിക്കരുത്. എനിക്കിത് എൻ്റെ സബ്സ്ക്രൈബറായിട്ടുള്ള പെണ്ണുങ്ങളോട്, ഗേൾസിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണിത്. ഈ ലോകത്ത് നിങ്ങളുടെ അമ്മയല്ലാതെ വേറെ ഒരാളെയും നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെ ഒരു പെണ്ണ് വിശ്വസിച്ച് ഈ സ്ഥലത്ത് വന്നതിൻ്റെയാണ് ഈ കിടന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പെണ്ണിൻ്റെ അമ്മ അമ്മ എന്ന് വിളിച്ച് കരയുന്ന സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ജെനി, ഇങ്ങനെ കരയല്ലേ പ്ലീസ്.
നിങ്ങൾക്ക് അറിയില്ലേ പ്ലീസ്. ആരുടെ ഈ തുണിയൊക്കെ പട്ടുപാവാടയല്ലേ ഇത് കിടക്കുന്നത്? ജെനി, ഇത് നിന്റെ തുണിയാണോ? നിന്റെ ഡ്രസ്സാണോ ഇത്? Oh my God. Jenny! Jenny! Oh my God. ഇതെന്താ അണ്ടർഗ്രൗണ്ടോ? ജിനി, ജിനി, ഇപ്പം ഞാനിവിടെ കണ്ടായിരുന്നു. നീയോ? ഓ മൈ ഗോഡ്, ഓ ഷിറ്റ്, എക്സ്ട്രീം. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. കഴിച്ച ടെറസാണിത്. കഴിച്ച് ലൈറ്റ് പൊക്കി കാണിക്കാൻ പറ്റത്തില്ല, അപ്പുറത്ത് റോഡായതുകൊണ്ട് തന്നെ. ഈ ഇത്ര അടുത്തുള്ള ബിൽഡിങ്ങിനാണ് ഇത്ര സൗണ്ട് വരുന്നത്, റോഡിൻ്റെ അടുത്തിനുള്ള. ഇവിടെ നിന്നാണ് ഇപ്പം നമ്മളെ ക്യാപ്ചർ ചെയ്തേ. ടെറസിൽ എനിക്ക് അധികം നിൽക്കാൻ പറ്റത്തില്ല. കഴിച്ച് എന്നിട്ട് ടെറസിൽ അധികം നിൽക്കാൻ പറ്റത്തില്ല. എൻ്റെ അമ്മ, അയ്യോ, എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നല്ലേ? ഇങ്ങനൊരു ആത്മാവ് ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് എന്തൊരു ക്രൂരതയാണ് കാണിക്കുന്നല്ലേ. ആ ഒരു പെണ്ണിനോട് കാണിച്ച ക്രൂരത ഉണ്ടല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണിന് നടന്ന സംഭവം വന്നിട്ട് ആ പെണ്ണെന്നല്ല, വേറെ ആ പെണ്ണിൻ്റെ സ്ഥാനത്ത് വേറെ ആരാണെന്നുണ്ടെങ്കിലും ആ അനുഭവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അത് എക്സ്ട്രീമാണ്. സോ എനിക്കിപ്പോഴും വന്നിട്ട് മനസ്സിലാവുന്നില്ല. കാരണം ആ പെണ്ണിന് സംഭവിച്ച അത് എന്താണോ ആരാണോ ചെയ്തത് അവർക്കൊക്കെ അതിന് അനുസരിച്ചുള്ള ശിക്ഷകളും കാര്യങ്ങളൊക്കെ കിട്ടി. പക്ഷെ എന്നിരുന്നാലും ആ പെണ്ണെന്ത് തെറ്റ് ചെയ്തു? ആ പെണ്ണ് അമ്മ അമ്മ എന്ന് വിളിച്ച് കരയുന്ന ശബ്ദം ഉണ്ടല്ലോ, ആ ശബ്ദം വന്നിട്ട് ആ സമയത്ത് അനുഭവിച്ച വേദനയിൽ ആ പെണ്ണ് കരയുന്നതാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി.
ജെനി, എനിക്ക് നിന്നോട് ഒരേ ഒരു കാര്യം പറയാനുള്ളൂ. എന്നെ ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് കണ്ടാൽ മതി. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യമൊന്ന് നീ കേക്ക് അല്ലെങ്കിൽ അനുസരിക്ക്. പട്ടിയാണോ ഇത്? എന്ത് സൗണ്ട് കേൾക്കുന്നത്? ജെനി, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു ചേട്ടൻ്റെ സ്ഥാനത്തുനിന്ന് കേട്ടിട്ട്, ഓ എൻ്റെ അമ്മ, എൻ്റെ ദൈവമേ, ഈ സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. ഓ ഷിറ്റ്. ഇങ്ങനെ കരയല്ലേ പ്ലീസ്, ഇങ്ങനെ കരയല്ലേ. പ്ലീസ് ഇങ്ങനെ കരയില്ലേ. നിന്റെ വിധി തീർന്ന്. നീ ഇവിടുന്ന് നിൽക്കല്ലേ, ഇവിടുന്ന് പൊക്കോ. നിനക്ക് നടന്ന ക്രൂരതയ്ക്ക് ഞാൻ മാപ്പ് ചോദിക്കാം നിന്നോട്. ഒരു പെണ്ണിനോട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ തോന്നുന്ന നിൻ്റെയൊക്കെ, നീയൊക്കെ മനുഷ്യനാണോ വേറെ എന്തെങ്കിലും ആണോ? എന്തെങ്കിലും ഉണ്ടായതാണോ അറിയും. ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾ കണ്ടു കാണും. ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇവിടെ വന്നിട്ട് ഇതൊരു അബാൻഡൻ ബിൽഡിംഗ് ആണ്. ഓക്കെ, ഇതൊരു ഹൈവേയുടെ സൈഡിലുള്ള ഒരു അബാൻഡൻ ബിൽഡിംഗ് ആണ്. ഈ ഒരു ബിൽഡിങ്ങിൽ വന്നിട്ട് ഒരു നായിൻ്റെ മോൻ വന്നിട്ട് ഒരു പെണ്ണിനെ അവൻ പ്രേമിക്കുന്ന പെണ്ണാണ്. ആ പെണ്ണിനെ ഈ സ്ഥലത്തോട്ട് വരുത്തിച്ചിട്ട് വേറെ അവരും ഇഷ്ടത്തിലായിരുന്നു. സോ അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് ആ പെണ്ണ് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ വന്ന സമയത്ത് ഇവൻ കൂടാതെ വേറെ 2-3 പേരും ഈ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. സോ ഇവൻ്റെ കൂട്ടുകാരാണ്. ഇവരെല്ലാം ഒന്നിച്ച് ഈ പെണ്ണിനെ റേപ്പ് ചെയ്ത് ഈ സ്ഥലത്ത് തന്നെ ആ പെണ്ണ് മരിക്കുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. സോ അങ്ങനെ പല കാര്യങ്ങളും സംഭവിച്ച ഒരു ബിൽഡിംഗാണിത്. ഇങ്ങനെ കരയില്ല പ്ലീസ് ജെന്നി, ഇങ്ങനെ കരയില്ല. എനിക്ക് നിങ്ങൾ ആരാണെന്ന് എനിക്ക് അറിയില്ല. ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് ഞാൻ പറയുക, നടന്നതിനൊക്കെ സോറി, ഞാൻ മാപ്പ് ചോദിക്കുന്നു. നിങ്ങൾ ഈ സ്ഥലത്തുനിന്ന് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്, ഈ നാട്ടുകാർക്കും നല്ലത്. ശരിക്ക് കരയുന്നുണ്ട്. അത് കരയുന്നത് കൂടാതെ അത് അമ്മ എക്സ്ട്രീം സൗണ്ട് ആയിരിക്കുന്നത്. എക്സ്ട്രീം സൗണ്ട്.
ജെനി, ഈ നടന്ന സംഭവം എനിക്കായിട്ട് യാതൊരു ബന്ധമില്ല. 360 ഡിഗ്രി സൗണ്ട് കേൾക്കുന്നുണ്ട്. ഈ നടന്ന സംഭവം എനിക്കായിട്ട് യാതൊരു ബന്ധമില്ല. വേറെ കാര്യം, എനിക്ക് തോന്നുന്ന കാര്യം പറയാം. ഈ ഒരു സംഭവം നടന്നുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് ആണുങ്ങളെ വന്നിട്ട് ഈ ഒരു ജെനി എന്ന് പറഞ്ഞ ആ ഒരു സ്പിരിറ്റിന് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. സോ എൻ്റെ അടുത്തും വന്നിട്ട് ഇത്ര ആക്രോശമായിട്ട് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മേ ബി അതായിരിക്കും റീസൺ. ഓ 360 ഡിഗ്രിയിലെ സൗണ്ട് കേട്ടോണ്ടിരിക്കുന്നത്, മൊത്തം സറൗണ്ട് അടിച്ചാണ് സൗണ്ട് കേട്ടോണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് തന്നെയാണ് സംഭവം. അത് വന്നിട്ട് ആണുങ്ങളെ വന്നിട്ട് അത് ഇഷ്ടമല്ല. കാരണം ആണുങ്ങൾ കാരണമാണ് അതിൻ്റെ ജീവിതം തന്നെ നശിച്ചത്. സോ അതുകൊണ്ടായിരിക്കും എന്നോട് ഇത്രയും ദേഷ്യം കാണിക്കുന്നത് തന്നെ. ഞാൻ ആരുമല്ല, ഞാൻ കേരളത്തിൽ നിന്ന് വന്ന ഒരു പാവം പിടിച്ച ഒരു യുവാവാണ്. എൻ്റെ ദൈവമേ, അമ്മന്ന് കരയുന്നു. ഞാൻ കുറച്ച് നേരം മിണ്ടാതിരിക്കാം, സൈലൻ്റ് ആയിട്ടിരിക്കാം. നിങ്ങളെ കേൾക്കുന്ന സൗണ്ട് ഒന്ന് കേട്ട് നോക്കുക. ഹെഡ്ഫോണിൽ സൗണ്ട് ഫുൾ വെച്ച് കേട്ട് നോക്കുക. ഞാൻ സൈലൻ്റ് ആയിട്ടിരിക്കാം. എൻ്റെ മോനെ, ട്രെയിന്, വണ്ടി എല്ലാം ഒന്നിച്ചു പോകണം. ജെനി, ഇങ്ങനെ ചെയ്യരുത് പ്ലീസ്. ജെനി, ഈ നടന്ന സംഭവം എനിക്കവിടെ യാതൊരു ബന്ധവുമില്ല. ഓഹ്, എൻ്റെ അമ്മോ, ഇതെവിടെ നിന്നൊക്കെയാണ് സൗണ്ട് കേൾക്കുന്നേ? ഓ മൈ ഗോഡ്. ഓഹ്, എൻ്റെ ദൈവം തമ്പുരാനെ. ഈശ്വര, ഓ ഷിറ്റ്. എൻ്റെ ഭഗവാനെ, എൻ്റെ ദൈവമേ, എന്തു കേൾക്കുന്നേ? ജെനി, എന്തു നീ കാണിക്കുന്നു ഇവിടെ കിടന്ന്? ഓ, ജെനി,
ഓ മൈ ഗോഡ്, എൻ്റെ ദൈവം തമ്പുരാനെ. ഓ ഷിറ്റ്. ആരുടെ ഓടുന്നേ? ആരെങ്കിലും വന്നോ ഇവിടെ? ജെനി, നീയാണോ ഈ ഓടുന്നേ? ഓ ഷിറ്റ്, എൻ്റെ ദൈവം തമ്പുരാനെ. സൗണ്ട് അവിടെ നിന്നാണ് കേട്ടോണ്ടിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട്. കൈസ് വന്നിട്ട് ഞാൻ മാക്സിമം എൻ്റെ ശ്വാസം അടക്കി പിടിച്ചിട്ടാണ് ഞാൻ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്. കാരണം ആ സൗണ്ട് വന്നിട്ട് നിങ്ങൾ ക്ലിയർ ആയിട്ട് കേൾക്കണം എന്നുള്ളൊരു ഒറ്റ മൈൻഡ് സെറ്റ് കൊണ്ടാണ് ഞാൻ ഇത്ര മാക്സിമം ഞാൻ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്. ആരത്? ഹലോ, ആരകത്ത്? ആരകത്ത്? ഹലോ, സൗണ്ട് അവിടുന്നും കേൾക്കുന്നു, ഇവിടുന്നും കേൾക്കുന്നു. ആരൊക്കെ നടക്കുന്നുണ്ട് ക്ലിയർ ആയിട്ട്. എൻ്റെ ദൈവമേ, ലൈറ്റിൻ്റെ ചാർജ് തീരാതായി. ലൈറ്റിൻ്റെ ചാർജ് ഇനി ഞാൻ ഈ സ്ഥലത്ത് നിന്ന് പോവാണ്. കാരണം ഞാൻ പോവാന്നല്ല പറഞ്ഞു, ഏതൊരു ഇത്ര സൗണ്ട് ഉണ്ടാക്കുന്നതിനാണ്. ഞാൻ ഇവിടുന്ന് പോവാണ്. എൻ്റെ ദൈവമേ, ശരി. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, അതിന് കയ്യും കാലും എല്ലാം ഉണ്ട്. ഇതിന് ആദ്യമായിട്ട് ഞാൻ കയ്യും കാലും ഉള്ള അതിൻ്റെ രൂപത്തെ കാണുന്നത്. ശരി ജെനി, കയ്യും കാലും എല്ലാം ഉണ്ട് അതിന്. എൻ്റെ ദൈവമേ, ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്.
ഓ മൈ ഗോഡ് ജെനി, നീയല്ലേ അത് കണ്ടേ ഇപ്പോൾ? തീണ്ട് തീണ്ട്. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. എൻ്റെ ദൈവമേ, എന്തോടത്? എൻ്റെ ദൈവം തമ്പുരാനെ. ഓ ദൈവമേ. ഓ ശരി. ഗൈസ്, ഞാൻ ഇന്നലെ ഇവിടുന്ന് പോവാണ്. ഇതിന് ചാർജ് തരാറായി ഇതിൻ്റെ. സോ ഈ എക്സ്ട്രീം എന്തോടെ കേൾക്കുന്നേ? ഓ മൈ ഗോഡ്. സൗണ്ട് ശരിക്കും കേൾക്കുന്നുണ്ട്, എക്സ്ട്രീമായിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ട്. സോ ജെനി, ഞാൻ ഈ ഒരു സ്ഥലത്ത് പോവാണ്. ഓക്കെ, oh my god. ഞാൻ ഇവിടുന്ന് പോവാണ്. എന്നോടൊന്നും എനിക്ക് തോന്നരുത്. കാരണം ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾക്കും നടക്കുന്ന കാര്യങ്ങൾക്കും എനിക്കറിയാം. അത് എന്തിനാ ഇങ്ങനെ കരയുന്നേ? ഓ മൈ ഗോഡ്. ഓ ജെനി, അമ്മ കരയുന്നു, അമ്മ കരയുന്നു. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. കരയില്ല പ്ലീസ്. ജെനി കരയില്ല പ്ലീസ്. ദൈവമേ, ഇങ്ങനെ കരയില്ല പ്ലീസ്. ജെനി ഇങ്ങനെ കരയില്ല ഗൈസ്. അത് വന്നിട്ട് എക്സ്ട്രീം ലെവലാണ്. നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഫ്രണ്ട് നിൽക്കുന്നത്. അത് ശരിക്കും അമ്മ കൊണ്ടാണ് കരഞ്ഞോണ്ടിരിക്കുന്നത്. ജെനി സൈലൻ്റ് ആയിട്ടിരിക്കുക, കരയരുത്. ഞാൻ ഇവിടുന്ന് പോവാണ്. ഞാൻ നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട്, ശല്യപ്പെടുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് സോറി, ക്ഷമിക്കുക. ഞാൻ ഇവിടുന്ന് പോവാണ്. ഇങ്ങനെ കരയരുത്. ഇവിടെ സ്ഥലം വിട്ട് നീ പൊക്കോ. അതാണ് നിനക്കും ഈ നാട്ടുകാർക്കും നല്ലത്. ഞാൻ നിന്നെ ലാസ്റ്റ് കണ്ടതിൽ അവിടാണ്. നീ ഇവിടുന്ന് പൊക്കോ, അതാണ് എനിക്ക് നല്ലത്. ഞാൻ ഈ സ്ഥലത്ത് പോവാണ്. ഫുൾ സൈലൻ്റായി, കംപ്ലീറ്റ് സൈലൻ്റായി. മുരുക കറക്റ്റ് മയിലിൻ്റെ സൗണ്ട് കേട്ട്, നിങ്ങൾ കേട്ട് കാണും മയിലിൻ്റെ സൗണ്ട്. മുരുക ഗൈസ്, ഇത്രേ ഉള്ളൂ. ഞാൻ വീഡിയോ നിർത്തുവാണ്. ഞാൻ ജെനി ബായ്, ഇവിടുന്ന് പൊക്കോ. ഗൈസ്, ഇത്രയുള്ള വീഡിയോ. ഞാൻ ഇവിടുന്ന് പോവാണ്. എൻ്റെ ചാർജ് തീരാറായി.